ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഇത് എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്ന് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഫ്ലോപ്പായി പോയാൽ പിന്നെ എങ്ങനെയാണെന്ന് ഓർത്തിട്ടാട്ടോ. പക്ഷേ ഞാനിത് ഉണ്ടാക്കിയപ്പം എനിക്ക് നല്ലൊരു അപ്പം കിട്ടി. അതിൻ്റെ ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ കൂട്ടെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പം റവ, ഗോതമ്പ് പൊടി, കുറച്ച് ചോറ്, പിന്നെ ഈസ്റ്റ്, ഉപ്പ്, പഞ്ചസാര ഇത്രയും ചേർത്താണ് ഞാൻ സാധാരണ അരയ്ക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ നോക്കിയപ്പം കുറച്ച് അരിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടി ചേർത്തിട്ടാണ് ഞാനിത് ചെയ്തത്. എന്നിട്ട് ഞാനിത് ഒരു 10-20 മിനിറ്റ് വെച്ചിട്ട് അപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. അത് കഴിഞ്ഞിട്ട് അപ്പച്ചട്ടിയിലൊഴിച്ച് ഞാൻ അപ്പം ഉണ്ടാക്കി. അപ്പോൾ സാധാരണ ഇവിടെ ചെയ്യുമ്പോഴത്തേന് ഇതുപോലെ ഇങ്ങനെ നമ്മുടെ മറ്റേ അപ്പത്തിൻ്റെ പോലെ ഇങ്ങനെ ഫ്രില്ലായിട്ടൊന്നും കിട്ടാറില്ല കേട്ടോ. പക്ഷേ ഇന്ന് പൊളിച്ചു കേട്ടോ, സത്യം ശരിക്കും ശരിക്കും നമ്മളെ മറ്റേ അപ്പം കഴിക്കുന്ന പോലെ തന്നെയുള്ള ടേസ്റ്റായിരുന്നേ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മുട്ടക്കറിയും കൂടെ വെച്ചു. അപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.